നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഗസ്വത്തുകളുണ്ട്, ശരീഅത്തുകളുണ്ട്. ഗസ്വത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങളെ പ്രവാചകൻ പങ്കെടുത്ത യുദ്ധങ്ങളാണ്. ആ യുദ്ധങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പ്രവാചകൻ്റെ പ്രവാചക ജീവിതത്തിൽ 15 വർഷക്കാലം, ആ 15 വർഷക്കാലം പ്രവാചകൻ ഒരു യുദ്ധവും നടത്തിയിട്ടില്ല. 13 വർഷക്കാലം പ്രവാചകൻ മക്കയിൽ ജീവിച്ചത് എങ്ങനെയാണ്? അന്ന് പ്രവാചകൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നു, സഹാബത്തിന് മസിലുണ്ടായിരുന്നു, മാൻ പവർ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ട്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ പലരും പ്രവാചകൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ആവലാദികളും പിന്നെ പ്രവാചകൻ്റെ അടുക്കൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, വേവലാദികൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ക്ഷമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ക്ഷമിക്കാൻ പറഞ്ഞ പ്രവാചകൻ മദീനയിലേക്കെത്തി. ആ മദീനയിലേക്കെത്തി മദീനയിലും സ്വൈര്യം തരികയില്ല എന്ന ഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നത്. ഞാൻ ചോദിക്കുന്നു വിമർശകന്മാർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 27 യുദ്ധത്തിൻ്റെ എണ്ണം നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നു, പ്രവാചകൻ നടത്തിയ 27 യുദ്ധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതൊരു അനാവശ്യമായ യുദ്ധമായിരുന്നു? അത് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു? പ്രവാചകൻ അതിൽ അമിതാവേശം കാണിച്ചതാണ്, പ്രവാചകനത് സാമ്പത്തിക മോഹങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് തെളിയിക്കാൻ കാര്യകാരണ സഹിതം തെളിയിക്കാൻ ഒരു വിമർശകന്മാർക്ക് ഈ ആൾക്കൊന്നും സാധ്യമല്ല. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 27 മഹായുദ്ധങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. ആ മഹായുദ്ധങ്ങളിൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടതിൽ ഈ 27 യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ പലതും പോരാട്ടം നടന്നിട്ടില്ല. അപ്പം മക്കം ഫത്തിൽ, അതുപോലെ തന്നെ പല യുദ്ധങ്ങളിലും പോരാട്ടം നടന്നിട്ടില്ല. 11 യുദ്ധങ്ങളിൽ മാത്രമാണ് നേർക്ക് നേരെ പോരാട്ടം നടന്ന യുദ്ധങ്ങൾ. ശത്രുക്കളുമായിക്കൊണ്ട് നേർക്ക് നേരെ പോരാട്ടം നടന്ന യുദ്ധങ്ങൾ 11. ആ പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങളിൽ ആകെ വധിക്കപ്പെട്ടത് 346 ആളുകൾ. ഈ മഹായുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം എന്നൊക്കെ പഠിച്ച ആളുകളാണ്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മഹായുദ്ധങ്ങളിൽ ആകെപ്പാടെ മുസ്ലിമീങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും വധിക്കപ്പെട്ടത് വെറും 346 ആളുകളാണ്. 2 പേരിൽ നിന്നും, മുസ്ലിമീങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും ആകെ വധിക്കപ്പെട്ടത് ഏകദേശം 346ഓളം ആളുകളാണ്. ഇതാണ് മഹായുദ്ധങ്ങൾ എന്ന് പറഞ്ഞത്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നേരിട്ട് പങ്കെടുത്ത, യുദ്ധം ചെയ്തത് 9 യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രവാചകന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നത് മാത്രമാണ് 25 എണ്ണം. ഇത് കൃത്യമായി വർഗീകരിച്ച് പഠിക്കാം.